ലോഞ്ച് ഒക്കെ ഫുൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഗ്രൂപ്പ് വരുമ്പോൾ ഡിലേ ആവരുത്. ഡെലിവറി ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ ജോണി ഡാ എന്താടാ ഭയങ്കര ആലോചനയിലാണല്ലോ. പുതിയ വല്ല ഗേൾ ഫ്രണ്ട്സിനെ കമ്പനി അടിക്കാൻ വല്ല ആലോചിക്കുവാണോ? നീ പൊടി പറഞ്ഞു ഏത് നേരവും ഗേൾ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞോണ്ട് പുറകെ കിടപ്പാ. ആർക്കെങ്കിലും വല്ല പണിയും കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമായിരിക്കും. അതേടാ നിനക്കിട്ടാ തരട്ടെ. അയ്യോ വേണ്ട, കോഫി ഷോപ്പിലെ പണി തന്നെ ധാരാളം. എന്താടാ എന്താ ടെൻഷൻ? പുതിയ അസൈൻമെന്റ് കിട്ടി. സ്ട്രീറ്റ് ലൈഫാ തീം. എന്ത് ഫോട്ടോ എടുക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത്രേ ഉള്ള ഈ റോഡ് സൈഡിലൊക്കെ ടെന്റ് ഒക്കെ കെട്ടി താമസിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ എടുക്കണം. അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഞാനും അതൊക്കെ ആലോചിച്ചതാ. പക്ഷെ അതൊക്കെ അനു എടുക്കും. അതിനെന്താ നിങ്ങൾ ഒരുമിച്ചല്ലേ ഫോട്ടോസ് എടുക്കുന്നേ? അതാ ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് അസൈൻമെന്റ് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല സെലക്ട് ആകുന്ന ഫോട്ടോ മാഗസീന്റെ അടുത്ത എഡിഷനിലെ കവർ പേജാ. ഇപ്പൊ അതും പറഞ്ഞ് അവളെ വെല്ലുവിളിച്ച് ബെറ്റും വെച്ച് കാണും. ഇപ്പൊ ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. അതല്ലേ സിറ്റുവേഷൻ. എടാ ആ ആനന്ദ് ഇത്രയും തല്ലു തല്ലിട്ട് നിനക്ക് ഈ ബെറ്റ് വെക്കുന്ന ശീലം മാറിയില്ലേ? അതിപ്പോ എന്തായാലും വെച്ചുപോയി. നീ ഫോട്ടോ എടുക്കാനുള്ള ഐഡിയ പറ. വലിയ ഫോട്ടോഗ്രാഫർ ഒന്നല്ല ഞാൻ, എന്നാലും ആലോചിക്കട്ടെ. മാഡം ആ ലോഞ്ചിലെ ബൾബ് ഫീസായി, വേറൊന്ന് വാങ്ങണം. മെനിഞ്ഞാന്നല്ലേ പുതിയത് വാങ്ങിച്ചത്? നീ എവിടെന്നാ വാങ്ങിച്ചേ? ഞാൻ ആ ഫ്രണ്ട്സ് നഗറിൽ നിന്ന്. ആ വാങ്ങിച്ചതിന്റെ കൂട്ടത്തില് ബില്ലിന്റെ കൂടെ ഡേറ്റും ഇല്ലേ? നീ പെട്ടെന്ന് പോയി മാറ്റി വാങ്ങിച്ചിട്ട് വാ. മാഡത്തിന് കോഫി ഷോപ്പിൽ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലല്ലോ. ഇനിയിപ്പോ ഈ ട്രാഫിക് ബ്ലോക്കിൽ പോയി കഴിഞ്ഞാൽ 1.5 മണിക്കൂറെങ്കിലും എടുക്കും. എന്നാ നീ പോണ്ട, ഞാൻ ഇവരും വിട്ടോളാം. എടാ ടോണി, എനിക്കങ്ങനെ പറ്റില്ല. ഇപ്പോ പട്ടാപ്പാലത്തിനെ ബൾബ്. എടാ ലോഞ്ചിൽ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്, അതാ പ്ലീസ്. ഇത് കഷ്ടമാണെന്ന് നോക്കിയേ. മനുഷ്യൻ സ്വസ്ഥമായിട്ടൊന്നും ആലോചിക്കാനും വിടില്ല. അതിന് ഇവിടെ നിന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാൻ അത് കടങ്കഥയൊന്നുമല്ലല്ലോ. ചെല് പുറത്തിറങ്ങി 4 സ്ഥലങ്ങളൊക്കെ കണ്ട് റൗണ്ട് അടിക്കുക. അപ്പൊ കിട്ടും ഐഡിയ. അതിന്റെ കൂട്ടത്തില്ലേ ആ ബൾബും കൂടെ വാങ്ങിച്ചേക്ക്. ഓ കട എന്ന് പറ. ഇനി ബില്ല് അങ്ങനെ എന്തെങ്കിലും കുന്ത്രാണ്ടോ ഉണ്ടെങ്കിൽ സുനിലേ ആ ബില്ലൊക്കെ കൊടുത്തിട്ട് ആ വഴിയൊക്കെ നേരെ പറഞ്ഞു കൊടുക്ക്. ആ ഫ്രണ്ട്സ് നഗറിലെ കോളനി ഇല്ലേ, കുറെ വേസ്റ്റ് ഇട്ടിരിക്കണ സ്ഥലങ്ങള്, അവിടുന്ന് ഇടത്തോട്ട് തിരിയണം. അവിടെ കുറെ ആൾക്കാർ ടെന്റ് കെട്ടി സിമെന്റ് പൈപ്പിനുള്ളിൽ താമസിക്കണല്ലേ, അതിന്റെ അടുത്താ ഈ കട. ദാ ബില്ല്. പെട്ടെന്ന് കൊണ്ടുവരണേടാ. സിമന്റ് പൈപ്പിനകത്ത് എന്താന്ന്? കർത്താവേ എനിക്കുള്ള ഫോട്ടോ തരണേ. ആനന്ദ് ഇതുവരെ പോയ വഴിയൊന്നും ശരിയല്ല. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടുള്ള വഴിയല്ല. പിന്നെ ഇപ്പോൾ ആനന്ദ് എത്തിപ്പെട്ടിരിക്കുന്നത് നല്ല സ്ഥലത്താ. ഉത്തരവാദിത്വവും ആനന്ദിനോട് വാത്സല്യവും ഉള്ള ഒരാളുടെ സംരക്ഷണയിലാണ് താനിപ്പോൾ. അയ്യോ വളരെ ശരിയാ. റോയ്ച്ചനത്. എന്താ റോയ്ച്ചൻ 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 എടോ, അതുകൂടാതെ മറ്റൊരാൾ കൂടി തന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. ആരത്? അത് പറയാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയണം. പ്രണയമുണ്ടോ? പ്രണയമുണ്ട്, പക്ഷെ ഞാനത് എങ്ങനെയാ പറയാ? ചോദിച്ച ചോദ്യത്തിന് എന്ത് ഉത്തരം വേണമെങ്കിലും പറയാം. എന്റെ കയ്യിൽ ഓപ്ഷൻസ് ഒന്നുമില്ല. ഉണ്ട്, പക്ഷെ അത് ആ കുട്ടിക്ക് അറിയില്ല. അറിയില്ല? ആ കുട്ടിക്ക് അത് അറിയില്ല. ആനന്ദ് അത് പറയേയില്ല. ഈ പുണർദങ്കാർക്ക് അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? പുണർദങ്കാർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ തന്റെ ഇടം ഇല്ലാത്ത ആണുങ്ങൾക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. വിഷമിക്കേണ്ട, എല്ലാവരെയും ഒരുപോലെ കാണുക. ഞാൻ ഉദ്ദേശിച്ചത് താനുമായി സമ്പർക്കം പുലർത്തുന്ന പെൺകുട്ടികളെ കുറിച്ചാണ്. സമയമാകുമ്പോൾ അവൾ മറ നീക്കി പുറത്തേക്ക് വരും. അതെന്താ അവള് ഒളിച്ചിരിക്കുക? ഒളിച്ചിരിക്കണോ കുളിച്ചിരിക്കണോ ഒന്നും എനിക്കറിയില്ല. ഏതായാലും ആ പെൺകുട്ടിയാണ് തന്റെ യോഗം. അവൾ തന്റെ കൂടെ വന്നാൽ നാളെ താൻ രക്ഷപ്പെടും. ഒരു കണക്കിന് കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാർക്കാണ് നല്ല നടനാകാനുള്ള സാധ്യത കൂടുതൽ. എപ്പോ വരും? വൈകിട്ട് 5:30 ജനശതാബ്ദിക്ക്. അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആനന്ദേ, പെൺകുട്ടി പല രീതിയിലും തനിക്ക് പരിചയമുള്ളതാകാം. ഏതായാലും തന്റെ യഥാർത്ഥ പെൺകുട്ടി അതിൻ്റെതായ സിഗ്നൽ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കൽ നിങ്ങൾ അവളെ കണ്ടെത്തും. അപ്പോ നമുക്ക് കാണാം. ഇനിയിപ്പോ എവിടുന്നാ എപ്പോ കാണും? നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കും. പോരെ? എന്റെ അടുത്ത് കാശൊന്നും ഇല്ലല്ലോ. എനിക്കൊന്നും വേണ്ട. ദക്ഷിണ വാങ്ങാൻ ഞാൻ ജോത്സ്യനല്ല എന്ന് ആദ്യമേ പറഞ്ഞു. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി പറഞ്ഞോ? ഈ സാറിനെങ്കിലും വെറുപ്പിക്കാതെ നോക്കണം. എന്റെ നാരായണ.